സംസ്ഥാനത്ത് നിന്നും അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും മറ്റ് 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ശക്തമായ മഴ തുടരുന്നതിനാൽ ഡാമുകൾക്ക് സമീപത്തും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ആവശ്യമെങ്കിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാൽ യാത്രകൾ പരമാവധി ഒഴിവാക്കണം. ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുമായി അവരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത തുടരുന്നതിനാൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. 10 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പില്ല. വ്യാഴവും വെള്ളിയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് അറിയിപ്പ്. 10 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി പ്രധാന ഇടങ്ങളിലെ താപനില നമുക്കൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരത്ത് കൂടിയ താപനില 29.7 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 22.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 22.6 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചിയിൽ കൂടിയ താപനില 30.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. 30 ഡിഗ്രി സെൽഷ്യസ് ആണ് കോഴിക്കോട്ടെ കൂടിയ താപനില, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ് ആണ്. കണ്ണൂരിൽ കൂടിയ താപനില 30.7 ഡിഗ്രി സെൽഷ്യസ് ആണ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ് ആണ്.